ഒറ്റ കാര്യം ഞാൻ പറയാം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിം സമൂഹവും സുന്നി ആശയത്തിൽ നിൽക്കുന്നവരാണ്. സുന്നി എന്നതൊരു ആശയമാണ്. സംഘടനാപരമായിട്ട് കുറേ പ്രസ്ഥാനങ്ങൾ സുന്നി പ്രസ്ഥാനത്തിനകത്തുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുന്നതാണ്. ഞാൻ സുന്നി ആവണോ, ഞാൻ എന്താവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതിന് ഏതെങ്കിലും ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് KM ഷാജിക്ക് വേണ്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നല്ല അത് പറഞ്ഞിട്ട് വോട്ട് പോയിക്കാളി എന്ന് പറഞ്ഞിട്ട് പേടിക്കണവരുണ്ടെങ്കിൽ ഓലെ പോയി പേടിപ്പിക്കണം. KM ഷാജിയെ അത് പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ വരരുത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയാം. എനിക്കതിനെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. എന്തൊരു വിടലാപ്പ വിട്ടത്, ഇതരെയുള്ളതൊക്കെ നമുക്ക് സഹിക്കായിരുന്നു. റഹ്ബാനിയത്ത് നബ്തദഉ എന്ന് പറയുന്നുണ്ട് ഖുർആൻ. റഹ്ബാനിയത്ത് നബ്തദഉ എന്നല്ല ഷാജി. റഹ്ബാനിയത്ത് എന്ന് വായിച്ചിട്ട് അവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ടത് ഇബ്തദഉ എന്നാണ്. കൂട്ടി വായിക്കുന്ന സമയത്ത് അവിടെ ഒരു തൻവീന് വരും. അതുകൊണ്ടാണ് റഹ്ബാനിയത്ത് ഇബ്തദഉ എന്ന് വായിക്കുന്നത്. അപ്പോൾ ആരോ വായിക്കുന്നത് കേട്ടിട്ട് ഇയാൾ വായിക്കാണ്. ഖുർആൻ ശരിയായി വായിക്കാൻ പോലും അറിയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. റഹ്ബാനിയത്ത് നബ്തദഉഹ എന്ന് കൂട്ടി വായിക്കുന്നത് റഹ്ബാനിയത്ത് എന്ന് വായിച്ചതിന് ശേഷം നബ്തദഉഹ എന്ന് വായിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എത്രമാത്രം അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെടും. റഹ്ബാനിയത്ത് നബ്തദഉ എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അബദ്ധം സംഭവിച്ചു പോയി, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഖുർആൻ നോക്കി വായിച്ചിട്ട് പോലും നിങ്ങൾക്കിവിടെ പിഴവ് സംഭവിച്ചു. ഇനി എന്താണ് അയാൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. എന്താ പറയുന്ന കാര്യങ്ങള്? പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. കുന്നംകുളത്തെ മൗലവിയോട് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുർആൻ അല്ലാതെ ആവില്ല. ആദ്യത് പറഞ്ഞത് ഖുർആൻ ആവണ്ടേ, എന്നാലല്ലേ ഖുർആൻ അല്ലാതാവുക. ആദ്യം ഖുർആൻ ആവണ്ടേ. നിങ്ങൾ പറഞ്ഞത് ഖുർആനല്ല, അത് അബദ്ധം തെറ്റിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ റഹ്ബാനിയത്തിനെ അവർ പടച്ചുണ്ടാക്കി, പൗരോഹിത്യത്തെ പടച്ചുണ്ടാക്കി. എന്താണ് റഹ്ബാനിയത്ത്? ഈ വിഷയവുമായിട്ട് റഹ്ബാനിയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ദീനിന് പുറമെ അവരുണ്ടാക്കിയ റഹ്ബാനിയത്ത്. ആ റഹ്ബാനിയത്ത് എന്താണ്? ഹിയൽ ഇൻഫിറാദു ഫിൽ ജിബാലി, പർവ്വതങ്ങളിൽ പോയി തനിച്ചിരിക്കുക. വൽ ഇൻകിതാഉ അനിൻ നാസി, ജനങ്ങളെ തൊട്ട് മുറിഞ്ഞു പോവുക, അതായത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുക. വറഫദു നിസായി, ഭാര്യമാരെ ഒഴിവാക്കുക. വതർക്കു ദുന്യ, ദുന്യാവിനെ ഉപേക്ഷിക്കുക. ഇങ്ങനെ സന്യാസം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് റഹ്ബാനിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് ദീനിൻ്റെ നിയമമാണ് എന്ന് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ഇവിടെ ഈ വിഷയവുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഷാജി? അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്. അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ മതി. കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്തായാലും പറയാം. നിങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് ഈ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ എന്തുകൊണ്ടും യോഗ്യനാണ്. അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ദീന് പറയണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങളോടത് പറയേണ്ടത്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ള